നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് ആണ് കേട്ടോ. അവരെന്താണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മാറ്റം ഇപ്പോൾ എന്താണ്, എന്ത് ചേഞ്ചാണ് അവരിലേക്ക് വന്നിരിക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിൽ ഇത് റെസനേറ്റ് ആവുന്നത്. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അത് ഒരുപാട് കർമ്മ എനർജിയിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ടാറോ റീഡിങ്സ് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗൈഡൻസ് ആണ് ഓരോ ടാറോ റീഡിങ്സ് എന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതിലെ ഓരോ കാര്യങ്ങളും. ടാറോ റീഡിങ്സുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒന്നെങ്കിൽ അതൊരു ഹീലിംഗ് എനർജിയുടെ സമയമായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തു പോകേണ്ടതായിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈൻ്റെ ഒരു തീരുമാനത്തെ കണക്റ്റ് ചെയ്ത് മാത്രമാണ്, ഡിവൈൻ്റെ ഒരു വിധിയെ കണക്റ്റ് ചെയ്ത് മാത്രമാണ് നിങ്ങളിൽ ടാറോ റീഡിങ്സ് വരികയുള്ളൂ. അപ്പം നിങ്ങളതിനെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രയോജനകരമാക്കി മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികളെ കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അവസാനിച്ചതായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് കാണുന്നത്. ഒരുപാട് ബെർഡൻ നിങ്ങൾ അനുഭവിച്ചു. ആ ബെർഡനെ നിങ്ങൾ തിരിച്ചടിക്കാൻ, അതായത് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പവർ എനർജിയിൽ നിങ്ങൾ എത്തിയതായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെയും പ്രോബ്ലംസുകളെയും വ്യക്തിബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളെയും എല്ലാം നിങ്ങൾ ഒരുപാട് അതിജീവിച്ച് നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം താറുമേലും അറിഞ്ഞ് നിങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കപ്പെടാൻ പോകുന്ന സാഹചര്യത്തെയാണ് കാണുന്നത്. പോസിറ്റീവാകുന്ന ചില ന്യൂസുകൾ, ചില എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിലൂടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്ക് തൊണ്ടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി തരുന്നത് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്. അതുപോലെ ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് എനർജികളെയാണ് കേട്ടോ നമുക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും റീഡിങ്സിൽ നമുക്ക് കാണുന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ അയാളുടെ ഒരു നൈറ്റ് തോട്ട്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം അത് ഒരു ആക്ഷൻ എടുക്കണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഫയർ എനർജിയാണ്. ഫയർ എനർജി ആകുമ്പം ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ്. അതല്ലെങ്കിൽ ആത്മാഭിമാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയുടെ ഒരു പ്രസൻസാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തിയുടെ പ്രസൻസാണ് കാണുന്നത്. അവരിലേക്ക് എല്ലാവരും ചെന്നോട്ടെ, അവരിലേക്ക് എല്ലാവരും താഴ്ന്നു നിൽക്കട്ടെ, അവർ പറയുന്നതിന് അപ്പുറത്തേക്കൊരു വേഡ്സ് ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ഈഗോ വലിയ രീതിയിലുണ്ട്. പിന്നെ ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ. നിങ്ങളിലേക്കൊരു ആക്ഷൻ എടുക്കണമെന്ന് അവരാഗ്രഹിക്കുമ്പോഴും അവരെ സംബന്ധിച്ച്
പ്രതിസന്ധികൾ കാണിക്കുന്നു. നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം മറ്റെന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ കാസ്റ്റ് സംബന്ധമായിട്ടോ മറ്റു വ്യക്തികൾക്ക് അവരോട് കൂടി ചേർന്ന് നിൽക്കുന്നതോ നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്നതോ ആയ മറ്റു പല എനർജികൾക്കും ഈ ഒരു റിലേഷനെ വളരെയധികം ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് അവർ ആരോടും ചോദിക്കാതെ, ആരോടും ഒന്നും അന്വേഷിക്കാതെ നിങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വായിച്ചറിയുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റേത്. അവർ നിങ്ങളെക്കുറിച്ച് എല്ലാം കാണുന്നു, അറിയുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്, നിങ്ങൾ ആയിരിക്കും ആക്ഷൻ എടുക്കുക, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഉൾവിളി എന്ന പോലുള്ളൊരു എനർജി കണക്റ്റഡ് ആണ്. അവരത് വളരെ സ്ട്രോങ് ആയിട്ട് അറിയാൻ ശ്രമിക്കുന്നതായിട്ടൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ എഫോർട്ട് എടുക്കാമായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ അവരെ സംബന്ധിച്ച് അവർ എഫേർട്ട് എടുത്തില്ല എന്നുള്ളതും അവരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ടാസ്ക് എനർജി ആയിരുന്നു. കാരണം ഒന്നിലധികം ഓപ്ഷൻസുകൾ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന പേഴ്സണാണ്. നല്ലതും ചീത്തയും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നതിൽ ഒന്നും മാത്രമായിരുന്നു നിങ്ങളെന്നുള്ളതാണ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവരെ സംബന്ധിച്ച് അവരൊരു എഫേർട്ട് എടുത്തില്ല. അവർക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഒരു എനർജികളിലും ഇല്ലായിരുന്നു. കാരണം മറ്റുള്ള എനർജികൾ, നിങ്ങളടക്കമുള്ള എനർജികൾ എഫേർട്ട് എടുക്കുന്നുള്ളത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ചില കാര്യസാധ്യങ്ങൾ ടോട്ടലി നടത്തി കടന്നുപോയ ആ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റുകളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. തിരിച്ചറിവിൻ്റെയും കുറ്റബോധത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയൊക്കെ ഒരു ടൈം എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തിരിഞ്ഞ് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് പല രീതിയിലുള്ള ലോസ് എനർജികൾ കണക്റ്റഡ് ആകപ്പെട്ടിട്ടുണ്ട്. അവർ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അവിടെ നിന്നും അവർക്ക് മോശമാകുന്ന ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ചില മോശമാകുന്ന ബിഹേവിയർ എനർജികൾ കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഫീലിംഗ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവരെ ഫീലിംഗ് ടച്ച് എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് കേട്ടോ. അതായത് തിരുത്തലിൻ്റെ ഒരു സമയം, അതായത് എന്തൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ച മിസ്റ്റേക്കുകൾ അതിനെ അവർ തിരുത്തണമെന്നും അല്ലെങ്കിൽ തിരുത്തേണ്ടതാണ് എന്നും മുന്നോട്ടേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റിസ് എനർജിയും കൂടി റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി നൽകേണ്ടി വരും എന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇല്യൂഷൻ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ കണക്റ്റഡ് ആണ് കേട്ടോ. കാരണം അവർക്ക് നല്ലതും ചീത്തയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ പല കാര്യങ്ങളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ട്. അവരുടെ മാന്യത, സ്ഥാനം, അവർക്ക് നാളെ വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാതെ ഒരുപാട് മായാവലയങ്ങളിൽ, അതായത് നല്ലതാണോ ചീത്തയാണോ, ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി എന്നൊന്നും ചിന്തിക്കാതെ ഈ ഒരു വ്യക്തിയുടെ എനർജി ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളാകുന്ന സിറ്റുവേഷൻസുകളിൽ അട്രാക്ഷൻ എനർജിയുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റു ഫിസിക്കൽ പരമാകുന്ന ചില നീഡ്സിൻ്റെ എനർജിയെ ബേസ് ചെയ്തൊക്കെ ചെന്നു പെട്ടതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതെല്ലാം അവരെ ഇപ്പം പിന്നിലേക്ക്, അതായത് അവരെവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് പോയി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് ഇപ്പം അവരുടെ ജീവിതത്തിൽ എന്ന് പറയാൻ പറ്റും. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഫ്യൂച്ചർ അവർക്ക് വേണമെങ്കിൽ, ഫ്യൂച്ചറിൽ അവർക്കൊരു സ്റ്റാർ ആവണമെങ്കിൽ അവർ ശുദ്ധ മനസ്സിലേക്ക്, അവർ പോസിറ്റിവിറ്റിയിലേക്ക് കടക്കണമെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നേന്ന് അവരിനി അധ്വാനിക്കേണ്ട ഒരവസ്ഥ, ഒന്നേന്ന് അവരുടെ ജീവിതത്തിൽ അവർ തുടങ്ങി വെക്കേണ്ട അവസ്ഥ, അവർ ഫൈറ്റിംഗ് ചെയ്യേണ്ട അവസ്ഥ. ഇപ്പോഴും അവരിൽ ചില എനർജികൾ കണക്റ്റഡ് ആണ്. ഇപ്പോഴും അവരെ ചില വ്യക്തിബന്ധങ്ങളാവാം, സാഹചര്യങ്ങളാവാം അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം
അവരൊരു ഫൈറ്റിംഗ് നടത്തേണ്ടി വരും. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവർക്കൊരു വിന്നർ ആകണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തമാകുന്ന രീതിയിൽ ഒരു ഫൈറ്റിംഗ് എനർജി അവരിൽ കാണുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ പരമായിട്ടാവാം, ബുദ്ധിപൂർവമായിട്ടാവാം. അതെല്ലാം അവർ ചിന്തിച്ച് മനസ്സിലാക്കണം. അവർ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇനി ഇറങ്ങിത്തിരിക്കണം യുദ്ധം ചെയ്യാനെന്നുള്ളൊരവസ്ഥയാണ്. കാരണം പാസ്റ്റിലെ എനർജിയിൽ അവരിലേക്ക് ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് നിന്നപ്പം അവരൊരു അധ്വാനവും ഭാരമേൽക്കാതെ അവർ നൈസായിട്ട് കടന്നുപോയ ചില സമയങ്ങളും ചില സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് മത്സരിച്ചപ്പം അവരുടെ ഒരു ഫെയിലിങ്സ് എന്ന് പറയുന്നത് അവരൊരു പൂർണ്ണതയാണ്, അവരെന്തോ ആണ്, അവർ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന എന്തൊക്കെയോ അവരിലേക്ക് കണക്റ്റഡ് ആകുമെന്ന ആ ഒരു തോന്നൽ അവരെ ഇപ്പം തീർച്ചയായിട്ടും സെൽഫ് ഫൈറ്റിംഗ് എനർജിയിലേക്ക്, സ്വയം ഫൈറ്റിംഗ് ചെയ്താലേ, സ്വയം കഠിനാധ്വാനം ചെയ്താലേ, ബുദ്ധിപൂർവം മത്സരിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ ഒരു വാശിയുടെ പുറത്തോ അതല്ലെങ്കിൽ ഈഗോ എനർജിയുടെ പുറത്തോ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരുവിധ ആ വ്യക്തിയുടെ എനർജിയും കിട്ടരുതെന്ന് ചിന്തിച്ച് ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഹെഡ് വെയ്റ്റ് എനർജി വളരെയായിരുന്നു. കാരണം ആ ഒരു അഭിമാനം എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അതില്ലെങ്കിൽ പോലും അതുണ്ട് എന്നുള്ള ഒരു എനർജിയിൽ, അതായത് ഒരു ഈഗോ എനർജി, ഞാനെന്ന ഭാവത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. മറ്റു പലയിടങ്ങളിലും ചിലപ്പെങ്കിൽ ഈ ഒരു വ്യക്തി ഒന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെയെല്ലാം ഇപ്പം ചുമക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈഗോയ്ക്ക് കുറവൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു മനസ്സലിവ്, അതല്ലെങ്കിൽ സ്വയം ഒരു തിരിച്ചറിവ് എനർജിയിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു വ്യക്തിയോട് ഫൈറ്റിംഗ് ചെയ്യുന്ന, ഈ വ്യക്തിയോട് ചേർന്ന് നിന്ന വ്യക്തികൾ ഈ വ്യക്തിക്കെതിരെ ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അതും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും നിങ്ങൾ പാസ്റ്റിൽ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ഇന്ന് ജീവിതത്തിൽ അനുഭവ അവസ്ഥയിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ വ്യക്തികളുടെ പേരടക്കം പറഞ്ഞ് തെറ്റാണെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞ പലയിടങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റിങ്ങിനെ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എനർജിയെ നേരിടേണ്ടി വരുന്നുണ്ട്. ശരിക്കും ടെൻഷൻ അനുഭവിക്കുന്നു. പക്ഷേ ഈഗോ വിടുന്നില്ല. പുറമേ വളരെ സ്ട്രോങ് ആണെങ്കിലും ഉള്ളുകൊണ്ടൊരു പതർച്ചയും ഭയവും എല്ലായിടത്തുനിന്നും ഒരു പ്രൊട്ടക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ബൗണ്ടറി ഇട്ടുമൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നു. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ക്ലിയറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസ് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥകളിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. കാര്യങ്ങളെല്ലാം വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കി എവിടെയാണ് വിശ്വസ്തനായിട്ട് നിൽക്കേണ്ടിയിരുന്നത്, എവിടെയാണ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കേണ്ടത്, എവിടെയായിരുന്നു ഇമോഷണലി കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു പൂർണ്ണമാകുന്ന മെൻ്റൽ ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധമുള്ള ഈഗോ എനർജി അതിനകത്തുണ്ട്. കാരണം നിങ്ങളോട് പറഞ്ഞ വാക്കുകളും പ്രവർത്തിച്ചതും നിങ്ങൾക്ക് നൽകിയ എക്സ്പീരിയൻസും എല്ലാം ചെറിയ രീതിയിലുള്ളതല്ല. നമുക്കത് ഫസ്റ്റ് കാർഡിൽ തന്നെ കാണാം. നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ കൂടുതൽ അഡിക്റ്റഡ് ആയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങളും ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളും ഇപ്പോഴെടുക്കുന്ന പോലെ ഒരു സ്ട്രോങ് ആക്ഷനിൽ നിന്നിരുന്നെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊരു ഇമോഷണൽ അഡിക്റ്റഡ് ആയി പോയത് കൊണ്ട് നിങ്ങളെ ശരിക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും പെയിൻ എനർജിയിലൂടെ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതും 100% നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെർമിറ്റ് എനർജിയാണ്. ഒന്നുമില്ല,
എന്തൊക്കെയോ വേണമെന്നും ആരൊക്കെയോ വേണമെന്നും ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി ചില കാര്യങ്ങളെ കൊണ്ടുപോകണമെന്നും ചിലരെ വിവാഹ ലൈഫിലേക്ക് കണക്റ്റഡ് ആക്കണമെന്നും അവരാഗ്രഹിച്ച നല്ലൊരു പാർട്ട്ണർ എനർജിയിൽ ശോഭിക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം ഇന്ന് ഒരു എലോൺ എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു. ഇപ്പോഴും മനസ്സിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്തൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അനുയോജ്യമായ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ മൈൻഡ് എനർജിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, തുറന്ന് സംസാരിച്ച് തുറന്നു പറയാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഈ മതപരമാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക ട്രഡീഷണൽ എനർജിയിൽപ്പെട്ട ബന്ധത്തെ ബേസ് ചെയ്ത് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളുടെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലത് നോക്കുമ്പം ചില മധ്യസ്ഥതയൊക്കെ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ടതാകുന്ന ചില അവസ്ഥകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോക്സിക്കായ അൺഹെൽത്തി ആയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകൾ, ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. അതിനകത്ത് ചിലതെല്ലാം ഒന്നോ രണ്ടോ എനർജികളിലേക്കൊക്കെ കണക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക ഒരു അഡ്വൈസിങ് എനർജിയിലേക്കൊക്കെ, അതായത് ഒരു മധ്യസ്ഥതയൊക്കെ പറയുകയും എടുക്കുകയും ചിലപ്പോൾ ലീഗൽ പരമായിട്ടൊക്കെ പെടുത്തിയ സിറ്റുവേഷൻസുകൾ പോലും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസ് മറ്റൊരാളുടെ ഒരു എന്താ പറയുക നിയമപരമാകുന്ന ഒരു നിയമപാലകൻ്റെ പ്രസൻസൊക്കെ നമുക്ക് തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്തും നല്ല രീതിയിൽ ഇമോഷണൽ കണക്റ്റ് ചെയ്തുമൊക്കെ കടന്നുപോയൊരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ളൊരു തിരിച്ചടി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇമോഷണലി ഇപ്പോൾ ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി ഒരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഫ്ലിക്റ്റുകളുണ്ട്. മറ്റുള്ളവർ ആ വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ വ്യക്തി നല്ല രീതിയിൽ തിരിച്ചറിവ് വന്നു. ചില കാര്യങ്ങളെ ഹൈഡ് ചെയ്താണ് ഇപ്പോഴും കറൻറ്റിൽ നിൽക്കുന്നതെങ്കിലും നല്ലൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ സമയമെന്ന് പറയുന്നത് തടസ്സങ്ങളുടെ സമയമാണ്. ഇപ്പോഴും ടൈം ഓക്കെ ആയിട്ടില്ല, സമയം നെഗറ്റീവായ സമയമാണ്. പ്രതിസന്ധികളെ ഇനിയും നേരിടാനുണ്ട് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഭാര്യ-ഭർതൃ ബന്ധം, ഒരു മാര്യേജ് എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയും കുറച്ച് മെഡിറ്റേഷൻസ്, പ്രെയർ, പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് കണക്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ നല്ലതായിരിക്കുമെന്നാണ് പറയാൻ പറ്റുന്നത്. ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ശരിക്കും അവർ ചിന്തിക്കുന്നുണ്ട്, ഒരു ഹാപ്പി ഫാമിലി എനർജി വേണം, ഒരു കുടുംബം വേണം, സന്തോഷം വേണം, ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് വേണം എന്നൊക്കെ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും കണക്റ്റഡ് ആണ്. അവരുടെ മുന്നിൽ വെയിറ്റിംഗ് നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പോഴും ഉണ്ട്. കൂടാതെ അവരിലേക്ക് പുതിയ എനർജികൾ കണക്റ്റഡ് ആണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെല്ലാത്തിൽ നിന്നും കണ്ണുകൾ അടച്ച് ഒന്നിനെയും സ്വീകരിക്കാതെ അവരവരുടേതാകുന്ന ഒരു എനർജിയിലേക്ക്, അതായത് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളുടെ എനർജിയെ സംബന്ധിച്ചും നോക്കുമ്പം ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള സമയമായി. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് തീർച്ചയായിട്ടും സമയമായി. കാരണം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നൽകുക എന്നത് അവർക്ക് ഡിവൈൻ എനർജിയെ ബേസ് ചെയ്ത് തന്നെയുള്ളൊരു എനർജി തന്നെയാണ്. അതായത് നിങ്ങളിലേക്ക് വരേണ്ടതാണ് ആ ഒരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് സക്സസ് എനർജിയിലേക്ക്, ഒരു വിജയത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം, അതായത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ബൗണ്ടറി ഇട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന അൺഹെൽത്തി ആകുന്ന സിറ്റുവേഷൻസുകളെല്ലാം ജീവിതത്തിൽ നിന്നും അവസാനിപ്പിച്ച് കളയണം. അപ്പോൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില സിറ്റുവേഷൻസുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെയെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളതും അവർ ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒരു ജസ്റ്റിസ് എനർജി കാണിക്കുന്നുണ്ട്. ന്യായം, നീതി, പോസിറ്റീവാകുന്ന സിറ്റുവേഷൻസുകളെല്ലാം കണക്റ്റഡ് ആകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി എനർജി ഉണ്ടാക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോക്കസ്ഡ് എനർജിയാണ്. അതായത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഒന്നേന്ന് തുടങ്ങുക, എല്ലാ കാര്യങ്ങളെയും ഒന്ന് മാറ്റി എഴുതുക എന്നുള്ളൊരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് വേണമെന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്നും ഫ്യൂച്ചർ സക്സസ് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ശരിക്കും ആ ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻസും പ്രെയറും ഹീലിങ്ങും ചെയ്യുന്നൊരു എനർജിയിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയും എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജിയും അടുത്തടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ആ ഒരു വ്യക്തി ദൈവീക പാതയിലേക്ക്, അതായത് ഈശ്വരനിലേക്ക് തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. തിരിച്ചറിവിൻ്റെ പാത വന്നിട്ടുണ്ട്. മാത്രവുമല്ല ജീവിതം മാറ്റിമറിയണം, പല കാര്യങ്ങളെയും ഹീലാക്കണം, പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറണം. ഇനി ആലോചിച്ച് വളരെ വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നും തെറ്റുകളെല്ലാം തിരുത്തപ്പെടണമെന്നും ന്യായം, അതായത് ജസ്റ്റിസ്, ന്യായം നടപ്പിലാക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും ന്യായം നടപ്പിലാക്കണമെന്നും നമ്മളൊരു മാപ്പ് പറയേണ്ട സ്ഥലങ്ങളിൽ മാപ്പ് പറയണമെന്നും എല്ലാമുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല ടോക്സിക്കാകുന്ന, അവർക്ക് അൺഹെൽത്തി ആയി ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസുകളെല്ലാം ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി കളയണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനവും അവരിലുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അതായത് എന്താ പറയുക, വെൽത്ത് സംബന്ധമാകുന്ന, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു ജസ്റ്റിസ് അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ടാവാം. അതിനു വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്കിംഗ് എനർജിയിലേക്ക് പോകുന്നുണ്ട്. കൂടുതലും മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും ഒക്കെയാണ്. അതായത് ഒരു ദൈവികമാകുന്ന ഒരു പാതയിലേക്കാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അത് ആ വ്യക്തിയുടെ തിരിച്ചറിവാണ്. തെറ്റുകളെ തിരുത്തുക എന്നതാണ്, പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് ഇന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഒരു എനർജി.